ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പാർട്ട് 2 ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻസിനെ എങ്ങനെ ആഡ് ചെയ്യാം, ക്ലാസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെ കൊടുക്കാം, അസൈൻമെൻറ്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം വഴിയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലേക്ക് കയറിയത്. ഗൂഗിൾ ക്രോമിൽ classroom.google.com എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ അപ്പോൾ ഓപ്പണായി വരുന്ന വിൻഡോയിൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച വിൻഡോ. അതിൽ +2 സയൻസിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് അതിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഹോംവർക്ക്സ് കൊടുത്തതും സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തതൊക്കെ കാണാം. അത് നമുക്ക് ക്ലാസ് വർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ക്രിയേറ്റിൻ്റെ താഴെയായിട്ട് കാണാവുന്നതാണ്. നമ്മൾ ഹോംവർക്ക്സ് പ്രൊവൈഡ് ചെയ്തത് കാണാം, സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തതും അവിടെ കാണുന്നുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് ഗ്രേഡ്സ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റുഡൻസിന് ഓൾറെഡി അസൈൻമെൻറ്റ്സും ഹോംവർക്ക്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബേസ്ഡ് അപ്പോൺ അവരതിന് തിരിച്ച് അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഹോംവർക്ക്സ് ചെയ്ത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവർക്ക് മാർക്സ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രേഡ്സിൽ എന്നുള്ള ഓപ്ഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ 2 സ്റ്റുഡൻസിനാണ് അത് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു സ്റ്റുഡൻറ്റ് അത് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ നേരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ഗ്രീൻ കളറിൽ മാർക്കിൻ്റെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. 2 സ്റ്റുഡൻസിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെത് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് കാണാം, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒന്നും അസൈൻമെൻറ്റ് ചെയ്ത് തിരിച്ചയച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചയച്ച കുട്ടീൻ്റെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം ഹോംവർക്ക് നമ്മൾ കൊടുത്തത് കുട്ടി ചെയ്ത് അയച്ചിട്ടുണ്ട്, ടേൺഡ് ഇൻ കാണുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടി നമ്മൾ കൊടുത്ത വർക്ക് തിരിച്ചയച്ചതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് അവിടെ കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനും അതിന് താഴെ കുട്ടി ആൻസർ ചെയ്തേക്കുന്നതും കാണാം. ആൻസർ ബി, ആൻസർ എ എന്നൊക്കെ കുട്ടി തിരിച്ചയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുട്ടിക്ക് മാർക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്രേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് അവിടെ കേഴ്സർ കൊണ്ടുവെക്കുമ്പോൾ ഒരു ബോക്സ് വരും. നമുക്കവിടെ കുട്ടിക്ക് എത്രയാണോ മാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഫോർ എക്സാമ്പിളായിട്ട് കുട്ടിക്കൊരു 50 മാർക്സ് നമ്മൾ കൊടുക്കുകയാണ്. ഇനി റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ റിട്ടേൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ മാർക്ക് ഇട്ടയച്ച ഷീറ്റ് തിരിച്ച് ആ കുട്ടിയുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യപ്പെടും. ഇപ്പം നമ്മൾ കണ്ടത് ഒരു അസൈൻമെൻറ്റ് ചെയ്ത് അത് തിരിച്ചയച്ച കുട്ടിയുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അസൈൻഡ് എന്ന് എഴുതിയത് കാണാം. കുട്ടി തിരിച്ചയച്ചിട്ടില്ല. നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തു, പക്ഷേ ആ കുട്ടി ഹോംവർക്ക് ഒന്നും ചെയ്ത് തിരിച്ചയച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് എന്ന് എഴുതിയതിൻ്റെ താഴെ നോ വർക്ക് ഹാസ് ബീൻ അറ്റാച്ച്ഡ് എന്ന് കാണാം. എന്ന് വെച്ചാൽ ആ കുട്ടി ഒന്നും തിരിച്ചയച്ചിട്ടില്ല എന്നർത്ഥം. ഇനി തിരിച്ച് നമുക്ക് ക്ലാസ് വർക്കിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഹോംവർക്കും സ്റ്റഡി മെറ്റീരിയലും കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിലെ പുതിയ 2 ഓപ്ഷൻസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റിൽ ഓൾറെഡി അസൈൻമെൻറ്റ്സും മെറ്റീരിയൽസും കഴിഞ്ഞു. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസും ക്വിസ് അസൈൻമെൻറ്റും ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അവിടെ കാണാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം.
ഷോർട്ട് ആൻസർ ആയിട്ട് എന്നാണ് അവിടെ ഇപ്പോൾ ഓപ്ഷൻ കിടക്കുന്നത്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഷോർട്ട് ആൻസർ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഷോർട്ട് ആൻസർ ആയിട്ടാണ് കുട്ടി ആൻസർ ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ തൽക്കാലം ഷോർട്ട് ആൻസർ എന്ന് കൊടുക്കാം. അതിന് താഴെ ഇൻസ്ട്രക്ഷൻസ് കാണാം, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾ സ്റ്റുഡൻസ് എന്ന് കാണാം. എന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിനും ഈ ക്വസ്റ്റ്യൻസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഓൾ സ്റ്റുഡൻസിന് വേണ്ട എന്നാണെങ്കിൽ അത് ഡീസെലക്ട് ചെയ്തിട്ട് പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിനോടായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ തന്നെ. ഇനി റൈറ്റ് സൈഡിൽ ടോപ്പിൽ ആസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ്കിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെയിൻ സ്ക്രീനിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റിൻ്റെ താഴെ ഫസ്റ്റ് കാണുന്നത് വാട്ട് ഈസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് സെയിം ടൈം തന്നെ നമ്മൾ ആ കുട്ടിയുടെ മെയിൽ ID പോയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ. ഇനി ആ കുട്ടി ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. ജസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനോടാണ് അത് ചോദിച്ചതെന്നും ഒരാൾക്ക് അസൈൻ ചെയ്തു എന്നും ടേൺഡ് ഇൻ എന്നുള്ളത് 0 ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. ഇതേ സ്ക്രീനിൽ തന്നെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ടേൺഡ് ഇൻ എന്നുള്ളത് 1 ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിച്ച കുട്ടി നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ടേൺഡ് ഇൻ എന്ന് കാണുന്നത്. ഇത് ഞാൻ ഓൾറെഡി പ്രീവിയസ്ലി ചെയ്ത് വെച്ചതാണ്. പ്രാക്ടിക്കലി ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ. ഇനി ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ കാണാം, ടേൺഡ് ഇൻ എന്ന് കാണാം. കുട്ടി റിപ്ലൈ ചെയ്തിരിക്കുന്നു, ഐ ഡോണ്ട് നോ എന്നാണ് റിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു റിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. റിപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കുട്ടിക്ക് റിപ്ലൈ കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് റിട്ടേൺ എന്നൊരു ഓപ്ഷനാണ് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾക്ക് റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒന്നുകിൽ ഈ കുട്ടിയോട് തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ മറ്റു കുട്ടികളോടും ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ക്ലാസ്സിലേക്ക് തന്നെ വരികയാണ്. ക്ലാസ് വർക്കിൽ പോകുന്നു. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ വേണ്ട, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നാണെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ ക്ലാസ് വർക്കിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ക്യൂസ് എങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്യൂസ് അസൈൻമെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ടൈറ്റിൽ എന്ന് കാണാം. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ നമുക്കൊരു ടൈറ്റിൽ അവിടെ പ്രൊവൈഡ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ക്ലാസ് ക്യൂസ്. അതിൻ്റെ താഴെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് within 30 minutes. ഇനി അതിൻ്റെ താഴെ ആഡ് എന്ന് ക്രിയേറ്റ് എന്നും 2 ഓപ്ഷൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് സെയിം ആസ് ലൈക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. ഇനി നമ്മൾ ക്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓൾറെഡി നമ്മൾ ക്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബ്ലാങ്ക് ക്യൂസ് ഗൂഗിൾ ഫോംസ് എന്ന് പറഞ്ഞൊരു ഫോം ഓൾറെഡി അവിടെ അറ്റാച്ച് ചെയ്ത് വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോമാണ്. നമുക്ക് അതിനകത്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സ്പേസിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യേണ്ട സ്പേസിൽ ഒരു വേണ്ട ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ തൊട്ട് കൊണ്ട് തന്നെ റൈറ്റ് സൈഡിലൊരു ഫോട്ടോയുടെ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പിക്ചറായിട്ട് വേണമെങ്കിൽ, പിക്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, പിക്ചറായിട്ട് വീഡിയോ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പോലെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈപ്പിങ്സ് തന്നെ വേണമെന്നില്ല. അതിൻ്റെ റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് കാണാം. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാതെ മറ്റും ഓപ്ഷൻസ് ഉണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻസ് കൊടുക്കാൻ സ്പേസ് പ്രൊവൈഡഡ് ആണ്. നമ്മൾ ഓരോ ഓപ്ഷൻസും ടൈപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ ആഡ് ഓപ്ഷൻ എന്നുള്ളൊരു ടൈറ്റിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത സ്പേസ് വരും. അപ്പം നമുക്ക് ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓപ്ഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആൻസർ കീ എന്ന് കാണാം. ആൻസർ കീ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഏതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇതിൽ സെക്കൻഡ് വൺ ആണ് ആൻസർ എന്ന് വിചാരിക്കുക. സെക്കൻഡ് വണ്ണിന് നമ്മൾ ക്ലിക്ക് കൊടുത്തു, ഡൺ കൊടുത്തു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യന് എത്ര മാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് 2 മാർക്കാണ് കുട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യന്. അതും കൂടെ കൊടുത്തതിന് ശേഷം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഇനി ഇപ്പോൾ കഴ്സർ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. നമുക്ക് വേണ്ട എഡിറ്റൊക്കെ ചെയ്തിട്ട് എഗെയിൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിലെ ഓപ്ഷൻ ഡിലീറ്റ് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. റിക്വയർഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണെങ്കിൽ നമുക്കത് റിക്വയർഡ് എനേബിൾ ചെയ്ത് വയ്ക്കാം. റിക്വയർഡ് വൺസ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ കുട്ടിക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റിക്വയർഡ് ഓപ്ഷൻ്റെ ഇമ്പോർട്ടൻസ്. റിക്വയർഡ് ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും താഴത്തെ ഓപ്ഷനാണ് ഷഫിൾ ഓപ്ഷൻ ഓർഡർ എന്നുള്ളത്. ഷഫിൾ ഓപ്ഷൻ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് ഈ ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10 സ്റ്റുഡൻസിനാണ് അയക്കുന്നതെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടിയുടെ 1ാമത്തെ ചോദ്യം മറ്റൊരു കുട്ടിയുടെ 5ാമത്തെ ചോദ്യമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷഫിൾ ഓപ്ഷൻ ഓർഡർ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ഐക്കൺസ് കാണാം. പ്ലസ് ഐക്കണാണ് ആദ്യത്തേത്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്ലസ് ഐക്കൺ. പ്ലസ് ഐക്കണിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അത് നമ്മൾ മറ്റെവിടുന്നെങ്കിലും നമ്മൾ ഫോംസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഫോമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ കാണുന്നത് ടെക്സ്റ്റ് ഓപ്ഷനാണ്. ടൈപ്പ് ചെയ്യാം, പിക്ചേഴ്സ് ആഡ് ചെയ്യാം, വീഡിയോസ് ആയിട്ടൊക്കെ ഈ ഒരു ഫോമിലേക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ക്വിസ് ഫോമിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. റൈറ്റിങ്സ് ആയിട്ട് തന്നെ വേണമെന്നില്ല, പിക്ചേഴ്സ് ആയാലും വീഡിയോസ് ആയാലും കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്യാൻ സ്പേസ് വന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു. നമ്മൾ മുന്നത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളത് ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് ചെക്ക് ബോക്സിലേക്ക് മാറ്റി. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ് ഓപ്ഷൻസ് കൊടുക്കുന്നു, ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യുന്നു. ഓപ്ഷൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ കീ പ്രൊവൈഡ് ചെയ്യണം. ആൻസർ കീ ക്ലിക്ക് ചെയ്യുക. ഏതാണോ റൈറ്റ് ആൻസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എത്ര പോയിൻ്റാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 5 കൊടുക്കുന്നു. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻഡ് എന്ന് റൈറ്റ് ടോപ്പിൽ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. സെൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്ക് കുട്ടികളിലേക്ക് ക്വസ്റ്റ്യൻ എത്തിക്കാൻ പറ്റും. നമ്മൾ മെയിൽ ID ഉപയോഗിച്ചാണ് എത്തിക്കുന്നതെങ്കിൽ നമുക്ക് മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്പേസ് പ്രൊവൈഡഡ് ആണ്. 2 എന്നുള്ളതിന് താഴെ നമുക്ക് കുട്ടികളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് മെയിൽ പോകുന്നതായിരിക്കും. ഇനി അതല്ല, ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഉണ്ട്, ലിങ്കിന് ഓപ്ഷൻ ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യും.
ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീൻ ക്വസ്റ്റ്യൻസിൻ്റെയാണ്. ഇനി അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് റെസ്പോൺസസ് എന്നുള്ള ഓപ്ഷൻ കാണാം. റെസ്പോൺസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷീറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ റെസ്പോൺസസ് കാണാൻ പറ്റുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്ത അതേ ടൈമിൽ തന്നെ റെസ്പോൺസസിൻ്റെ അവിടെ 0 ആയിരിക്കും. റെസ്പോൺസസ് ഒരു കുട്ടി ചെയ്ത് അയച്ചത് ആണ് ഇതിനകത്ത് കാണുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. റെസ്പോൺസ് ഷീറ്റിൽ നിങ്ങൾ കാണുന്നത് കുട്ടി ചെയ്ത് അയച്ച ഷീറ്റാണ്. അതിൽ കുട്ടിയുടെ ഇമെയിൽ അഡ്രസ്സ് കാണാം. സ്കോർസ് എഴുതിയതിൻ്റെ താഴെയായിട്ട് ഇമെയിൽ അഡ്രസ്സ് കാണാം. സ്കോറ് ഔട്ട് ഓഫ് 7 എത്രയാണ് കിട്ടിയിരിക്കുന്നതെന്നുണ്ട്. 5 ആണ് സ്കോർ ചെയ്തേക്കുന്നത്. ഇനി ഇൻഡിവിജ്വൽ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെയും കിട്ടുന്നതായിരിക്കും റിസൾട്ട്. അതിൽ നമുക്ക് ആ റിസൾട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ മാർക്ക് ഷീറ്റ് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാൻ, ഹാർഡ് കോപ്പി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ തന്നെ നിങ്ങൾ മുകളിൽ ഒരു ഗ്രീൻ കളറിലൊരു ഐക്കൺ കാണുന്നുണ്ടാകും. അത് ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സ്പ്രെഡ്ഷീറ്റിലേക്കാണ് ഓപ്പൺ ആയി വരിക. ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റാണ്. അതിൽ കുട്ടിയുടെ മാർക്സും നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും എല്ലാം അതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ സ്പ്രെഡ്ഷീറ്റായിട്ട് ഒരു കുട്ടിയുടെ ആൻസർ ഷീറ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം, ക്ലാസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് അസൈൻമെൻറ്റ്സ് എങ്ങനെ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രേഡിംഗ് എങ്ങനെ ചെയ്യാം, ക്വസ്റ്റ്യൻസ് എങ്ങനെ കുട്ടികളോട് ചോദിക്കാം, ക്വിസ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് അവർ റിപ്ലൈ തരുമ്പോൾ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ റീഡ് ചെയ്യാം, ആ റിപ്പോർട്ട് എങ്ങനെ പ്രിൻ്റ് ചെയ്യാം, ഇനി പ്രിൻ്റ് ചെയ്ത റിപ്പോർട്ട് നമുക്ക് എക്സലിലേക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഒരു ടീച്ചർ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത്രയധികം കാര്യങ്ങളാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് മാത്രമാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കില്ല, മറ്റ് സബ്ജക്റ്റുകളും ക്ലാസ്സുകളിൽ ഉണ്ടാവും. അപ്പം നമുക്ക് മറ്റൊരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ ആദ്യം ചെയ്തതുപോലെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻസ് വരും, ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ്. അതിൽ ക്രിയേറ്റ് ക്ലാസ് ക്ലിക്ക് ചെയ്യുക. വരുന്ന ബോക്സിൽ ടിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ക്ലാസ് എന്നുള്ളത് വരും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ +2 സബ്ജക്റ്റ് നമുക്ക് ഫിസിക്സ് കൊടുക്കാം. ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ മുന്നേ ഒരു മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് ഇതിൽ പ്രിപ്പയർ ചെയ്ത് വരും. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ചെയ്തതുപോലെ തന്നെ എല്ലാ വർക്കുകളും ഫിസിക്സിൻ്റെ ക്ലാസ്സിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി സപ്പോസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത ഫിസിക്സിൻ്റെ ക്ലാസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഫിസിക്സോ ഏത് സബ്ജക്റ്റ് ആയാലും അത് വേണ്ടാന്നാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർക്കൈവ് എന്നുള്ള ഓപ്ഷൻ വരും. ആർക്കൈവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ക്ലാസ് ആർക്കൈവായി. ഇനി നമ്മൾ മെയിൻ മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൈവ്ഡ് ക്ലാസ്സസിൽ പോവുക. അപ്പോൾ നമ്മൾ ആർക്കൈവ് ചെയ്ത് വെച്ച ക്ലാസ് കാണാം. അതിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സും അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടായിരുന്നോ അതെല്ലാം ഡിലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച മാത്സിൻ്റെ ക്ലാസ് മാത്രമേ കാണുന്നുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.